ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഒന്ന് പുട്ടുണ്ടാക്കിയാലോ. നമുക്ക് കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ പുട്ടൊക്കെ ഇഷ്ടമല്ലാതിരിക്കും, പക്ഷേ ഈ പുട്ടൊന്ന് ഉണ്ടാക്കി നോക്കി അവർ വയറ് നിറച്ച് കഴിക്കും. അതുമാത്രമല്ല, നമുക്ക് പുട്ടിൻ്റെ കൂടെ ഒന്നുകിൽ പഴവോ കടലക്കറി അങ്ങനെയുള്ള കോമ്പിനേഷൻ വേണം, പക്ഷേ ഇതിൻ്റെ കൂടെ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 1 കപ്പ് പുട്ടുപൊടിയാണ്. നമുക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് അളവ് കൂട്ടാം. ഞാനിപ്പോൾ 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ടിത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഈ 1 കപ്പ് പുട്ടിന് ഞാൻ എടുത്തേക്കുന്നത് 1 കപ്പ് വെള്ളമാണ്. നമ്മൾ എടുക്കുന്ന പുട്ടിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ വെള്ളം എടുക്കണം. ഞാനിപ്പം ഈസ്റ്റേൻ്റെ പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഓരോ പുട്ടുപൊടിക്കും ഓരോ അളവായിരിക്കുമല്ലോ. ഞാനിപ്പോൾ ഈസ്റ്റേൻ്റെ ആയതുകൊണ്ട് 1 കപ്പ് പുട്ടുപൊടിക്ക് 1 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. എന്നിട്ടിത് നമുക്ക് നല്ലപോലെ ഒന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഇത് നല്ല ആ പുട്ടിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ ആയിക്കിട്ടും. നമുക്കിത് ഒത്തിരി മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. നെയ്യ് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ആ പുട്ടിൻ്റെ ടേസ്റ്റ് നെയ്ക്കകത്താണ്. അപ്പോൾ നമുക്കിതൊന്ന് 5 മിനിറ്റത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുട്ടിൻ്റെ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ പുട്ടിൻ്റെ ടേസ്റ്റ് തന്നെ മാറിക്കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പുട്ടിന് പാൽപുട്ട് എന്നൊരു പേര് വരുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാൾ ഇപ്പോൾ ഒരു വെറൈറ്റി ആയില്ലേ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ പാൽപ്പൊടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുവാണ്. പാൽപ്പൊടി വേണമെങ്കിൽ നമുക്ക് ആദ്യമേ വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇപ്പോഴാണ് ചേർക്കുന്നത്. ഞാനൊരു 3-4 സ്പൂൺ പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. അത്രയും ചേർത്താൽ മതി. നമ്മൾ എടുക്കുന്ന ആ ഒരു പുട്ടുപൊടിയുടെ അളവനുസരിച്ച് നമ്മൾ പാൽപ്പൊടി ചേർത്താൽ മതി. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ആ പാൽപ്പൊടിയും ആ പുട്ടും കൂടെ ഒക്കെ നല്ലപോലെ ഒന്ന് മിക്സായി വരണം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താലോ. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റാണ്. ക്യാരറ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യരുത്, ക്യാരറ്റും ചേർക്കണം. കാരണം ആ ക്യാരറ്റ് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഈ ക്യാരറ്റിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇടാം. സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ തേങ്ങ നമ്മൾ പുട്ടിൻ്റെ കൂടെ സാധാരണ ഇടാറില്ല. നമ്മൾ ആ ചില്ലിൻ്റെ അകത്ത് ഇടാറുള്ളൂ. പക്ഷേ ഇതിനകത്ത് ആ തേങ്ങയും ക്യാരറ്റും ഒക്കെ ആ ഇടയ്ക്ക് കിട്ടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുമാത്രമല്ല, ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും. അവർക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ആ ക്യാരറ്റിൻ്റെ ആ ഫ്ലേവറൊക്കെ നമ്മുടെ പുട്ടുമായിട്ടൊക്കെ നല്ല മിക്സായി വരണം. എന്നിട്ട് ഞാൻ കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട്. ആ തേങ്ങയുമായിട്ട് നല്ല മിക്സായി വരണം. ഇപ്പം നമ്മുടെ ആ പുട്ടിൻ്റെ മിക്സൊക്കെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇടാം. ഇപ്പം തന്നെ കണ്ടാൽ അറിയാം, ആ ക്യാരറ്റൊക്കെ നല്ലപോലെ പുട്ടിൻ്റെ അകത്ത് ക്യാരറ്റിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ പുട്ടിനോടിപ്പോൾ എല്ലാവർക്കും ഒരു മടിയായിരിക്കും. കുഞ്ഞുങ്ങളോട് നമ്മൾ പുട്ടാണെന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരു മടിയായിരിക്കും കഴിക്കാൻ. അതുമാത്രമല്ല, പുട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കറി ഉണ്ടാക്കണം, അല്ലെങ്കിൽ പഴം, അങ്ങനെയുള്ള കോമ്പിനേഷനൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത് കുഞ്ഞുങ്ങൾ കാണുവാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ എടുക്കുന്നത്, നമ്മൾ സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ അതിലേക്ക് തേങ്ങ ഇടാറില്ലേ, അത് ചില്ലിൻ്റെ അകത്ത്. അതിന് പകരം തേങ്ങയും ക്യാരറ്റും കുറച്ച് പഞ്ചസാരയും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഈ പുട്ടിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം ആ ഒരു പഞ്ചസാരയും ആ തേങ്ങയും ആ ക്യാരറ്റും കൂടെ ആ ഒരു ഇടയ്ക്ക് കിട്ടുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റാണ് ഈ പുട്ടിൻ്റെ ടേസ്റ്റ് തന്നെ കൂട്ടുന്നത്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ക്യാരറ്റിന് പകരം നമുക്ക് വേണമെങ്കിൽ ഏത് വെജിറ്റബിൾ അല്ല, വേണമെങ്കിൽ ബീട്രൂട്ട് ചേർക്കാം. ബീട്രൂട്ട് ഇഷ്ടപ്പെട്ട പിള്ളേരാണെങ്കിൽ നമുക്ക് ബീട്രൂട്ട് ചേർക്കാം. പിന്നെ ബീട്രൂട്ടിനേക്കാളും എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ടേസ്റ്റ് ക്യാരറ്റിനായിരിക്കും. ബീട്രൂട്ടിൻ്റെ ഒരു ചുവ പിടിക്കാത്ത പിള്ളേരൊക്കെ കാണും. പക്ഷേ ക്യാരറ്റ് ആകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. അതുമാത്രമല്ല, കളർഫുള്ളുമാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ളൊരു പുട്ട് തന്നെയാണ്. എന്നിട്ട് ഇത് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് പുട്ടൊന്ന് സ്റ്റീം ചെയ്തെടുത്താലോ. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ചിരട്ടപ്പുട്ടിൻ്റെ ആ ഒരു മോൾഡാണ്. നമുക്ക് വേണമെങ്കിൽ അല്ലാതെ പുട്ടുകുറ്റിയിൽ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ഇതെടുത്തതേ ഉള്ളൂ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം ആ ക്യാരറ്റിൻ്റെയും തേങ്ങയുടെ മിക്സ് മാറ്റി വെച്ചില്ലേ, അത് കുറച്ചിട്ടിട്ട് നമ്മുടെ ആ പുട്ടിൻ്റെ മിക്സ് ഇടണം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ കുറച്ച് നമ്മൾ ആദ്യം ചേർത്ത ആ ക്യാരറ്റിൻ്റെയും തേങ്ങയുടെയും ആ പഞ്ചസാരയുടെയും മിക്സും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ താഴെയും മുകളിലും ആ ഒരു തേങ്ങയുടെയും ക്യാരറ്റിൻ്റെയും ആ ഒരു ഇത് കിട്ടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടും.
എന്നിട്ട് ഇത് നമുക്കൊന്ന് ഒരു 5-6 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ പുട്ട്. നമ്മുടെ അടിപൊളി പാൽപ്പുട്ട് നാൻ്റെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം കണ്ടാലേ അറിയാം നല്ല സോഫ്റ്റ് പുട്ടാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കറിയുടെ ആവശ്യമില്ല, ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാവുന്ന നല്ല അടിപൊളി പുട്ടാണ്. പുട്ട് ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഒരു പുട്ട് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു അടിപൊളി ഈസി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.